ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഹെരോദോസ് രാജാവിന്റെ കാലത്ത് യൂദയായിലെ ബെത്ലഹേമിൽ ഈശോ ജനിച്ചപ്പോൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് ജ്ഞാനികൾ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? കാരണം ഞങ്ങൾ കിഴക്ക് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഇത് കേട്ട് ഹെരോദോസ് രാജാവ് അസ്വസ്ഥനായി. അവനോടൊപ്പം ജെറുസലേം മുഴുവനും. അവൻ സകല പുരോഹിത പ്രമുഖന്മാരെയും ജനത്തിന്റെ നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി മിശിഹ എവിടെയാണ് ജനിക്കുന്നത് എന്ന് അന്വേഷിച്ചു. അവർ പറഞ്ഞു, യൂദയായിലെ ബെത്ലഹേമിൽ. എന്തെന്നാൽ പ്രവാചകനിലൂടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, യൂദയായിലെ ബെത്ലഹേമേ, നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങളിൽ ഒട്ടും താഴെയല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഹെരോദോസ് ആ ജ്ഞാനികളെ രഹസ്യത്തിൽ വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയം സൂക്ഷ്മമായി അവരിൽ നിന്നും അന്വേഷിച്ചറിഞ്ഞു. അവൻ അവരെ ബെത്ലഹേമിലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി ശിശുവിനെ പറ്റി സൂക്ഷ്മമായി അന്വേഷിക്കുക. കണ്ടു കഴിയുമ്പോൾ ഞാനും ചെന്ന് അവനെ ആരാധിക്കുന്നതിന് എന്നെയും അറിയിക്കുക. രാജാവിനെ കേട്ട ശേഷം അവർ പുറപ്പെട്ടു. അവർ കിഴക്കുകൊണ്ട നക്ഷത്രം ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്ന് നിൽക്കുന്നത് വരെ അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അവന്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് മുട്ടിന്മേൽ വീണ് ആരാധിക്കുകയും അവരുടെ നിക്ഷേപ പാത്രങ്ങൾ തുറന്ന് പൊന്ന്, മീറ, കുന്തിരിക്കം എന്നീ കാഴ്ചകൾ അവന് അർപ്പിക്കുകയും ചെയ്തു. ഹെരോദോസിന്റെ അടുത്തേക്ക് മടങ്ങി പോകരുതെന്ന് സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് തിരിച്ചുപോയി. കേരളത്തില്, നമ്മുടെ നാട്ടില് ഈ പൂജ രാജാക്കളോട് ഏറ്റവും കൂടുതൽ ബഹുമാനം ഡിവോഷനുമുള്ള സ്ഥലമാണ് ധ്രുവം. അവിടെ കത്തോലിക്കർക്കും ഓർത്തഡോക്സുകാർക്കും ഒക്കെ പൂജ രാജാക്കന്മാരുടെ പേരിലാണ് പള്ളിയും മറ്റ് തിരുനാളുകളും ഒക്കെ ആഘോഷിക്കുക. ഈ പൂജ രാജാക്കള് അവരുടെ തിരുശേഷിപ്പ് ഇപ്പോൾ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് എവിടെയാണ്? അതേപ്പറ്റി പറയുന്നതിന് മുമ്പ് ഈ പൂജ രാജാക്കളുടെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ അടുത്ത കാലത്ത് യൂട്യൂബിലൊക്കെ ഈ നാട്ടിലുള്ള രാജാക്കന്മാരെ കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിലെ പഴയ രാജാക്കന്മാരെ കുറിച്ചുള്ള ഡോക്യുമെന്ററികളൊക്കെ ധാരാളം വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചിലപ്പോഴൊക്കെ വാച്ച് ചെയ്യാറുണ്ട്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തിരുവിതാംകൂർ, പന്തളം, തൃപ്പൂണിത്തറ, കൊച്ചി, കോഴിക്കോട് ഇതിനൊക്കെ നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ആയപ്പോൾ അവർക്ക് ഗവൺമെന്റ് ചില പെൻഷനുകളും ചില പ്രദേശങ്ങളൊക്കെ വിട്ടുകൊടുത്ത് അവർ പിന്നെയും രാജാക്കന്മാരെന്ന് അറിയപ്പെട്ടു. അവർക്ക് നല്ല അറിവുള്ളവരാണ്. കാരണം പഴയ കാലത്തൊക്കെ ഉന്നത കോളേജുകാർക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുക. അങ്ങനെ ജ്ഞാനികളായ ആളുകളുണ്ടായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ രാജാക്കന്മാരെന്ന് അറിയപ്പെടുകയും എന്നാൽ അധികാരം നഷ്ടപ്പെടുകയും ചെയ്ത മേരിയൻ വിഭാഗത്തിൽപ്പെട്ട നാട്ടുരാജാക്കന്മാരുണ്ടായിരുന്നു. അവര് പേർഷ്യക്കാരുമായിട്ട് പേർഷ്യക്കാർ അവരെ കീഴടക്കി. അതിനുശേഷം അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വീണ്ടും ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ പേർഷ്യക്കാരെ അവർക്ക് കീഴടക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അവരുമായിട്ട് ശാന്തി സംഭാഷണം ഉണ്ടായി. നമ്മുടെ നാട്ടിലെ രാജാക്കന്മാർ ചെയ്തതുപോലെ തന്നെ ഇവരും രാജാക്കന്മാരെന്ന് അറിയപ്പെട്ടു. അവർക്ക് ചില അവകാശങ്ങളും സമ്പത്തും ഒക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ അവര് പേർഷ്യൻ രാജകൊട്ടാരങ്ങളിലെ ഉപദേഷ്ടാക്കളായി മാറി. അതുകൊണ്ടാണ് അവരെ ജ്ഞാനികൾ എന്ന് വിളിക്കുക. അവരെ പൂജ രാജാക്കൾ എന്ന് വിളിക്കാൻ കാരണം ഈശോയെ വന്ന് പൂജിച്ചത് കൊണ്ടാണ്, വർഷിപ്പ് ചെയ്തുകൊണ്ടാണ് പൂജ രാജാക്കന്മാരെന്ന് പറയുക. അതുപോലെ തന്നെ അവർ ജ്യോതിശാസ്ത്രജ്ഞന്മാരെന്ന് പറയാൻ കാരണം അക്കാലഘട്ടത്തിൽ ഒരാൾ ഇന്നത്തെ പോലെ സ്പെഷ്യലൈസേഷൻ അല്ല. ഒരാൾ ജ്ഞാനിയാണെങ്കിൽ അവരെല്ലാ ശാസ്ത്രശാഖകളിലും അറിവുള്ളവരായിരിക്കും. അതുപോലെ അവരുടെ അന്നത്തെ കാലത്തൊക്കെ ജ്യോതിശാസ്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട് നക്ഷത്രം നോക്കി ഒരാളുടെ ഭാവി കുറിക്കുന്ന രീതി. അപ്പൊ അതുപോലെ ഈ രാജാക്കന്മാര് നക്ഷത്രങ്ങളുടെ സ്ഥാനം നിർണ്ണയിച്ചുകൊണ്ട് പല കാര്യങ്ങളും പ്രവചിക്കുന്നു. അപ്പൊ പ്രവചനപരമായ ചില സിദ്ധികൾ അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ അവർ രാജാക്കന്മാരാണ്. അതോടൊപ്പം തന്നെ അവർ പുരോഹിതന്മാരുമാണ്.
അപ്പൊ ഈശോ ജനിക്കുന്നത് രാജാവും പുരോഹിതനും പ്രവാചകനും ആയിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആ ഈശോയെ ആരാധിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള ജ്ഞാനികള് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിവിധ ദേശങ്ങളിലുള്ള രാജാക്കന്മാര് വരുമെന്നും അവര് നക്ഷത്രം നയിക്കുന്നതും അവര് പൊന്നുമീറ കുന്തിരിക്കാൻ തുടങ്ങിയ സമ്മാനങ്ങൾ കൊടുക്കുന്നതും ഒക്കെ പഴയ നിയമത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു പൂർത്തീകരണമാണ് ഈ വരുന്ന രാജാക്കന്മാരിലൂടെ നിറവേറുന്നത്. ഇനി ആദ്യമായിട്ട് ക്രിസ്മസ് സമ്മാനം കൊടുത്തത് പല ആളുകൾ വിചാരിക്കുന്ന സാന്താക്ലോസ് ആണ്. അല്ല, ക്രിസ്മസ് സമ്മാനം തുടങ്ങുന്നത് ഈ പൂജ രാജാക്കന്മാരിൽ നിന്നാണ്. കാരണം അവരാണ് ഈശോയ്ക്ക് ആദ്യമായിട്ട് സമ്മാനം കൊണ്ടുപോയി കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആടുകളൊക്കെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷേ സമ്മാനം കൊടുക്കുന്നത് ഇവരാണ്. അങ്ങനെ ദേവാലയങ്ങളിലേക്ക് ദൈവത്തെ കാണാൻ പോകുമ്പോൾ വെറുതെയായിട്ട് പോകരുത് എന്ന് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. കാരണം ദൈവത്തെ ആരാധിക്കാൻ പോകുമ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകിയ ആ സമ്മാനങ്ങളുടെ ഒരു വീതവുമായിട്ടാണ് അവര് പോവുക. ഇനി ഈ രാജാക്കന്മാരെ പറ്റി പറയുന്നത് എത്ര പേര് വന്നു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നില്ല. പരമ്പരാഗതമായിട്ടുള്ള പല തിയറികളുണ്ട്. ചിലത് പറയുന്നത് 12 രാജാക്കന്മാർ പുറപ്പെട്ടു. പക്ഷെ പലർക്കും പല പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അവര് പലരും പുറകോട്ട് പോയി അല്ലെങ്കിൽ മരിച്ചുപോയി. അവസാനം 3 പേര് വന്നെത്തി എന്നുള്ളതാണ്. ഈ 3 എന്ന് പറയാൻ കാരണം 3 തരത്തിലുള്ള സമ്മാനങ്ങൾ, പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ സമ്മാനമായി കൊടുത്തത് കൊണ്ടാണ് ഈ 3 പേരെന്നുള്ള ആ നമ്പർ സ്ഥിരീകരിക്കുന്നതിനുള്ള കാരണം. പിൽക്കാലത്ത് അവർ അറിയപ്പെടുന്നത് മെൽക്കിയോർ പേർഷ്യയിൽ നിന്നും, ഗാസ്പർ ഇന്ത്യയിൽ നിന്നും. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്ത്യ അല്ല, അഫ്ഗാനിസ്ഥാൻ എല്ലാം ഉൾപ്പെടുന്നതാണ്. ഇൻഡസ് അതിന്റെ ബോർഡറിൽ നിന്നാണ്. വേറൊന്ന് ബൽത്താസർ, അദ്ദേഹം അറേബ്യ. അപ്പൊ അങ്ങനെ 3 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പൗരസ്ത്യ ദേശത്ത് നിന്ന് ഇവർക്കെല്ലാം അവരെല്ലാം വ്യത്യസ്തമായിട്ട് ഈ നക്ഷത്രം കാണുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രകാശ കിരണങ്ങൾ കാണുന്നു. അപ്പൊ അതുകൊണ്ട് അവർക്ക് മനസ്സിലായി ലോകം മുഴുവൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ലോകത്തിന്റെ രക്ഷകനായ യൂദഗോത്രത്തിൽ നിന്ന് ജനിക്കുവാനിരിക്കുന്ന രക്ഷകൻ പിറന്നിരിക്കുന്നു. ആ പ്രത്യേക നക്ഷത്രമാണ് തെളിഞ്ഞിരിക്കുന്നത് എന്ന് ഈ ജ്ഞാനികൾക്ക് മനസ്സിലാവുകയും അവര് ഇൻഡിപെൻഡന്റ് ആയിട്ട് യാത്ര ചെയ്ത് ഒന്നിച്ചു ചേർന്ന് അവര് ഈ ജെറുസലേമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നു. ദുർഘടമായ യാത്ര. ഇന്നത്തെ കാലത്തെ പോലെയല്ല. അന്ന് ഒട്ടകത്തില് അവർക്ക് പരിചാരങ്ങൾ ഉണ്ടാവും. അവരുടെ ഭക്ഷണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ദീർഘദൂരം യാത്ര ചെയ്ത് അവര് ഹെറോദസ് രാജാവിന്റെ കൊട്ടാരത്തിൽ വരികയാണ്. നമുക്കറിയാം, ക്രിസ്തു രാജാവും പുരോഹിതനും പ്രവാചകനുമായിരുന്നതുപോലെ തന്നെ ഈ 3 വിഭാഗം ജനങ്ങളെയും ദൈവം ഈ വിജാതീയരായ ഈ രാജാക്കന്മാരിലൂടെ സന്ദേശം അറിയിക്കുന്നുണ്ട്. അതായത് ഹെറോദസ് രാജാവ്. അതുപോലെ തന്നെ ഹെറോദസ് രാജാവ് എവിടെയാണ് ജനിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന യെരൂശലേമിലെ പുരോഹിത പ്രമുഖന്മാരെയാണ് വിളിക്കുക. അങ്ങനെ പുരോഹിതന്മാരെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ വിവരങ്ങൾ അറിയാൻ വേണ്ടി പ്രവാചകന്മാരായിട്ട് അക്കാലത്ത് കണക്കാക്കപ്പെടുന്നത് നിയമപണ്ഡിതന്മാരാണ്. വേദപുസ്തകങ്ങളെല്ലാം പഠിച്ച് അത് മുഴുവനും വീണ്ടും കോപ്പി എടുത്ത് അത് പറ്റി പഠിപ്പിക്കുന്നവരാണ് നിയമപണ്ഡിതന്മാരും നിയമജ്ഞന്മാരും. അങ്ങനെ ഈ 3 വിഭാഗം ആളുകളെയും വിവരം അറിയിക്കുന്നുണ്ട്. പക്ഷേ ഈ 3 പേരും 3 തരത്തിലാണ് പ്രതിജ്ഞ ചെയ്യുക. ഉദാഹരണമായിട്ട് രാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം യഹൂദ ഇതുമായ സങ്കരവർഗത്തിൽപ്പെട്ട രാജാവാണ്. അദ്ദേഹം അഗസ്റ്റസ് സീസർ നിയമിച്ചിരിക്കുന്നത് കൊണ്ട് യഹൂദന്മാർ നിവൃത്തിയില്ലാതെ അംഗീകരിക്കുന്നതേ ഉള്ളൂ. അവര് ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവനല്ല ഇവൻ. അതുകൊണ്ട് ദാവീദിന്റെ ഗോത്രത്തിൽപ്പെട്ടവരാണ് തങ്ങളുടെ രാജാവാകേണ്ടത്. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചിരിക്കുന്നതെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഹെറോദസ് ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വേറൊന്ന് പറയുന്നു. അതായത് ഞാനും ഈ ദൈവ മനുഷ്യനായ ശിശുവിനെ കണ്ട് ആരാധിക്കേണ്ടതിന് നിങ്ങൾ സൂക്ഷ്മമായി അന്വേഷിച്ച് വിവരം എനിക്ക് തരണം എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം ഒരു മണ്ഡലം കാണിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പട്ടാളക്കാരെയോ അല്ലെങ്കിൽ ചാരന്മാരെയോ ഇവരുടെ കൂടെ അയക്കുന്നില്ല. കാരണം ഇവരെ അങ്ങ് വിശ്വസിച്ച് വിടുകയാണ്. ഇനി അദ്ദേഹം പറയുന്ന ഈ പുരോഹിതന്മാരും ദേവികന്മാരും വേദപുസ്തകമൊക്കെ പരിശോധിച്ച് പറഞ്ഞ് ബെത്ലഹേമിലാണ് ശിശുജനിക്കുക എന്ന് പറഞ്ഞെങ്കിലും ഈ രാജാവിനെ ഭയപ്പെട്ടിട്ടാകാം അവര് അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല, ബെത്ലഹേമിലേക്ക് അവർ പോകുന്നില്ല. അപ്പൊ അതാണ് ഈ പുരോഹിതന്മാരും നിയമജ്ഞന്മാരും ചെയ്തത്. അങ്ങനെ ഈ 3 കൂട്ടരും അവരെ അവഗണിക്കുകയാണ്. എന്നാൽ ഈ രാജാക്കന്മാരാകട്ടെ അവര് വീണ്ടും ഇറങ്ങി ബെത്ലഹേമിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഈ പ്രകാശം അവർക്ക് വീണ്ടും കാണപ്പെടുകയാണ്, അല്ലെങ്കിൽ നക്ഷത്രം കാണപ്പെടുകയാണ്. അങ്ങനെ അവര് ചെന്ന് ഒരു ഭവനത്തിൽ ചെന്ന് ഈശോയെ കാണുന്നു. നമ്മളൊക്കെ പുൽത്തൊഴുത്തിലാണ് പൂജരാജാക്കന്മാരുടെ രൂപങ്ങൾ വെക്കുക. യഥാർത്ഥത്തിൽ അവർ ചെന്നപ്പോഴേക്കും മാസങ്ങൾ കഴിയും. കാരണം ഈശോ ജനിച്ച സമയത്താണ് അവർ നക്ഷത്രം കണ്ടത്.
പിന്നീട് അവർ അവിടെ നിന്ന് യാത്രയ്ക്ക് തയ്യാറായി അവിടെ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ ആഴ്ചകൾ മാസങ്ങൾ കഴിയും. അതുകൊണ്ടാണ് 2 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെല്ലാം വധിക്കാൻ തീരുമാനിച്ചത്. കാരണം 1 വർഷത്തോളം എങ്കിലും എടുത്തു കാണും ആ സമയം കൊണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഉൾത്തോളത്തിൽ നിന്നൊക്കെ മാറി. കാരണം അട്ടടയന്മാർ എന്ന ആ നാട്ടിലുള്ള ഹൃദയത്തിലൂടെ ആളുകളെ അറിയിച്ചു. അവർ സന്തോഷത്തോടെ വന്ന് ആരുടെയോ വീട്ടിൽ അഭയം തേടി. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം രേഖപ്പെടുത്തുന്നത് അവർ ഭവനത്തിൽ പ്രവേശിച്ച് ഈ ശിശുവിനെ ആരാധിച്ചു എന്നിട്ട്. കാരണം നമ്മളൊരു കുഞ്ഞിനെ കാണാൻ ചെന്നാൽ ഒരു ചെറിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി കണ്ടെത്തിക്ക് പോലും അല്ലെ കൊച്ചിനൊരു ഉമ്മ കൊടുക്കും. ഇതങ്ങനെയല്ല, ഇത് ഇവർ മുട്ടുകുത്തി ആരാധിക്കുകയാണ്. കാരണം വിജാതീയനായ ഈ രാജാക്കന്മാര്, ഈ പുരോഹിതന്മാർക്ക് ബോധ്യമുണ്ട് ഇവൻ ദൈവം മനുഷ്യനായി അവതരിച്ചു. അതുകൊണ്ട് അവർ അവനെ മുട്ടുകുത്തി ആരാധിക്കുന്നു. അവന്റെ രാജ്യത്വത്തിനും പ്രമാണത്വത്തിനും അതുപോലെ തന്നെ പൗരോഹിത്യത്തിന് ചേരുന്ന സമ്മാനങ്ങളാണ് അവർ കൊടുക്കുക. അതായത് അവർ സ്വർണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ, സ്വർണം എന്ന് പറയുന്നത് ദ കിങ് ഓഫ് മെറ്റൽസ് എന്നാണ് സ്വർണ്ണത്തെ കുറിച്ച് പറയുക. അതുകൊണ്ടാണ് വിലയേറിയ സ്വർണം അവര് സമ്മാനം കൊടുക്കുന്നു. പിന്നെ വേറൊരു സമ്മാനം കൊടുക്കുന്നത് മീറയാണ്. മീറ എന്ന് പറയുന്നത് അത് തൈലം പൂശാൻ ഉപയോഗിക്കുന്നത് പ്രവാചകന്മാർക്ക് വേണ്ടി, അതുപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എംബാം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതുകൊണ്ട് കർത്താവിന്റെ പ്രവാചക ദൗത്യത്തെയും അതോടൊപ്പം തന്നെ അവിടുന്ന് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മരിക്കുവാനിരിക്കുന്ന ആ പീഡാസഹനത്തെയും അനുസ്മരിപ്പിക്കുന്ന അക്കാലത്തെ വിലയേറിയ സമ്മാനമാണ് ഈ മീറ എന്ന് പറയുന്നത്. ഇനി കുന്തിരിക്കുമെന്ന് പറഞ്ഞാൽ അത് യെരൂശലേം ദേവാലയത്തില് ബലിമൃഗങ്ങളെ അർപ്പിച്ചു കഴിയുമ്പോൾ ദഹിപ്പിക്കും. നമുക്ക് ശവം ദഹിപ്പിക്കുമ്പോൾ അതൊരു മണമാണ്, ദുർഗന്ധമാണ്. പച്ച മാംസത്തിന്റെ മണമുണ്ട്, ദഹിപ്പിക്കുന്ന മണമുണ്ട്. അപ്പൊ അതിനോട് ചേർന്ന് അവര് സുഗന്ധം അല്ലെങ്കിൽ കുന്തിരിക്കം പുകയ്ക്കും. അതിന്റെ കാരണം ആ ദുർഗന്ധം മാറാനും അതോടൊപ്പം തന്നെ ആ പുകപടലങ്ങൾ നല്ല സുഗന്ധമായി സ്വർഗത്തിലേക്ക് ഉയരുവാനും അത് ദൈവം സ്വീകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അവർ ഈശോയുടെ പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ സമ്മാനം. അപ്പൊ അതുകൊണ്ട് ഈ 3 സമ്മാനങ്ങൾ ഈശോയുടെ രാജ്യത്വത്തെയും പ്രമാണികത്വത്തെയും പൗരോഹിത്യത്തെയും സൂചിപ്പിക്കുന്ന സമ്മാനങ്ങളാണ് നൽകുക. ആ സമ്മാനങ്ങളാണ് പിന്നീട് ഈ യോസേഫിനും മറിയത്തിനും ഈശോയെ കൊണ്ട് ഈജിപ്തിലേക്കൊക്കെ പലായനം ചെയ്ത് 12 വർഷം ഇങ്ങനെ അഭയാർത്ഥികളായി താമസിക്കേണ്ടി വരുമ്പോഴും അവരുടെ ജീവിത ചെലവിന് ദൈവം ഈ രാജാക്കന്മാരിലൂടെ ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഈ രാജാക്കന്മാർക്ക് സ്വപ്നത്തിലൊരു ദർശനം ഉണ്ടാകുന്നു. അതായത് ഹെറോദോസ് രാജാവ് ഈ ശിശുവിനെ വധിക്കുവാൻ പ്ലാനിട്ടിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ രാജാ കൊട്ടാരത്തിലേക്ക് പോകരുത് എന്ന് പറയുമ്പോൾ അവരുടെ ജീവൻ പോലും അപകടപ്പെടുത്തിക്കൊണ്ട് ഈശോയെ സംരക്ഷിക്കുവാൻ വേണ്ടി അവര് വേറെ വഴിയെ പോകുന്നു. അവിടെ ചെന്ന് മറ്റ് ജനങ്ങളോടെല്ലാം ഈ രക്ഷകൻ ജനിച്ച സുവിശേഷം അറിയിക്കുകയും ചെയ്യുന്നു. ഇനി ഇതാണ് നമ്മൾ ബൈബിളിന്റെ പശ്ചാത്തലത്തിൽ പറയുക. ഇനി അതിനുശേഷം എന്താണ് ഈ രാജാക്കന്മാർക്ക് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് 14-ാം നൂറ്റാണ്ടിൽ ഒരു ജോൺ ഓഫ് ഹിൽസ്ഹെയിം എന്ന് പറയുന്ന ഒരു പുരോഹിതൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. അതിനകത്തെ കഥ ഇപ്രകാരമാണ്. ഇവരെ ഒന്നിച്ചു ചേർന്നത് സ്ഥലത്തിന്റെ പേരാണ് ഹിൽ ഓഫ് വൗസ് അല്ലെങ്കിൽ ഹിൽ ഓഫ് വിക്ടറി, അതായത് വിജയത്തിന്റെ മല. ആ ഒരു മല എന്ന് പറയുന്നത് ഇന്ത്യയുടെ പേർഷ്യയുടെയും ബോർഡറാണ്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞത് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അന്നത്തെ വിശാലമായ ഇന്ത്യയുടെ ഒരു ബോർഡറാണ്. അവിടെയാണ് ഇവര് ഒന്നിച്ചു ചേർന്ന് തിരിച്ചു വന്നത്. തിരിച്ചു അവർ അവിടെ തന്നെ വന്നിട്ട് അവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ പോവുകയാണ്. അപ്പൊ അവിടെ വെച്ച് അവരൊരു തീരുമാനമെടുത്തു, എല്ലാ വർഷവും ഈ സമയത്ത് നമ്മൾ ഈ 3 പേരും തിരിച്ച് ഇവിടെ വരണം, ഈ മലയിൽ വരണം. അങ്ങനെ നമ്മളൊരു മീറ്റിംഗ് പോയിന്റ് അവർ അവിടെ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ അടക്കുന്നതും ഈ ഹിൽ ഓഫ് വിക്ടറി അല്ലെങ്കിൽ ഹിൽ ഓഫ് വൗസ് എന്ന് പറയുന്ന ഈ മലയിലായിരിക്കണം എന്നവർ തീരുമാനിച്ചു. അതനുസരിച്ച് അവര് നാട്ടുകാരെയൊക്കെ അറിയിച്ചു. അവർക്ക് വേണ്ടി തന്നെ അവരുടെ കബറുകൾ ഉണ്ടാക്കി. അതിനുശേഷം ഒരു ദിവസം അവർക്ക് ക്രിസ്മസിന് പ്രത്യക്ഷപ്പെട്ടതുപോലെ തന്നെ അവർക്ക് വീണ്ടും നക്ഷത്രം പ്രത്യക്ഷപ്പെടുന്നു. അതനുസരിച്ച് ഈ 3 രാജാക്കന്മാർ ഈ ഹിൽ ഓഫ് വിക്ടറിയിലേക്ക് തിരികെ വരുന്നു. അവർ അവിടെ വന്നു കഴിഞ്ഞ് നാട്ടുകാരുടെ പറഞ്ഞതനുസരിച്ച് അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി ആ നാട്ടുകാർ അവരെ ആ കബറിടത്തിൽ അടക്കുകയും ചെയ്യുന്നു. ഇനി അതിനുശേഷം സംഭവിച്ചത് നമുക്കറിയാം, 4-ാം നൂറ്റാണ്ടില് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അമ്മ ഹെലന രാജ്ഞി, ഈ ഹെലന രാജ്ഞി ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തു. അവര് ഹോളി ലാൻഡിലെല്ലാം പോയി പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വിശുദ്ധ കുരിശ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും റിക്കവർ ചെയ്യുകയാണ്. ആ കൂട്ടത്തില് അവള് ഈ ഹിൽ ഓഫ് വിക്ടറിയിൽ ചെന്ന് അവിടെ നിന്ന് ഈ ഭുജരാജാക്കന്മാരുടെ കലറകൾ തുറന്ന് അവിടെ നിന്നുള്ളതായ അവരുടെ അസ്ഥി അങ്ങനെയുള്ള അവശിഷ്ടങ്ങളെല്ലാം എടുത്ത് സ്വർണ്ണ പേടകത്തിലാക്കി അത്
തിരിച്ച് കൊണ്ടുവന്ന് കോൺസ്റ്റാന്റിനോപ്പിളിൽ വന്ന് തന്റെ മകനായ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് സമ്മാനമായി കൊടുക്കുന്നു. അദ്ദേഹം അത് ഹജിയ സോഫിയ, അതായത് അവിടെ പണിയപ്പെട്ട ഏറ്റവും വലിയ ആ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നു, കോൺസ്റ്റാന്റിനോപ്പിളിൽ, ഇപ്പോഴത്തെ ഇസ്താംബുളിൽ. പക്ഷെ സംഭവിച്ചത് നമുക്കറിയാം, പിന്നീട് മുസ്ലിം ഇൻവേഷൻ ഉണ്ടായപ്പോൾ ആ ദേവാലയം തകർക്കപ്പെടും, ഇതെല്ലാം നശിപ്പിക്കപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ അക്കാലത്തെ ചക്രവർത്തി അത് മിലാനിലേക്ക് മാറ്റി. മിലാനിലെ കത്തീഡ്രലിൽ കൊണ്ടുവന്ന് വെച്ചു. പക്ഷെ പിന്നീട് അവിടെ ഒരു യുദ്ധമുണ്ടായ അവസരത്തിൽ ജർമ്മനിയിലെ രാജാവ് അല്ലെങ്കിൽ അന്നത്തെ ആർച്ച് ബിഷപ്പ് അവരെ യുദ്ധത്തിൽ സഹായിച്ചതിന് സമ്മാനമായിട്ട് ഇത് മിലാനിലേക്ക് കൊടുത്തുവിട്ടു. അങ്ങനെ മിലാനിൽ നിന്ന് ജർമ്മനിക്ക് കൊടുത്തുവിട്ടു. ജർമ്മനിയിലെ കൊളോണിയിൽ 1164 മുതൽ ഇന്നും അവിടെ സൂക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ജർമ്മനിക്ക് ടൂർ പോവുകയാണെങ്കിൽ ഈ ആ പള്ളിയിൽ പോകാൻ പറ്റും. ആ പള്ളിയുടെ പ്രധാന അൽത്താരയുടെ മുകളിൽ ഞാൻ പോയി കണ്ടതാണ്. പറയുന്നത് ഒരു വലിയ സ്വർണ്ണ പഴങ്ങളാക്കി അവർ അത് അവിടെ ഇപ്പോഴും ആളുകൾ വരികയും പൂജിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു വിത്തല്ല, ഇന്നും വിശുദ്ധരുടെ വിശേഷിപ്പുകളായിട്ട് ആ ബസിലിക്കായിൽ അവിടെ പൂജ്യത്തോടുകൂടി വണങ്ങുന്നുണ്ട്. ഇനി നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട ഒരു സന്ദേശം ഇതാണ്: ഈശോ ജനിച്ചു, പക്ഷേ സന്തോഷത്തോടുകൂടി ഈശോയോടുകൂടി കാത്തിരുന്ന ഈ ജനവിഭാഗം എങ്ങനെ പ്രതികരിച്ചു? യാഥാസ്ഥിതികരായ ആളുകൾ, അധികാരത്തിലുള്ളവർ അവനെ തിരസ്കരിക്കുന്നു, അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അതിനെ കൂട്ടുനിൽക്കുന്നു. രാജാവിന് കാര്യപ്പെടുക്കുക, ഇവൻ വളർന്നു വന്നാൽ എനിക്ക് അപകടമാകും, അതുകൊണ്ട് ഇവനെ കൊല്ലണം. അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും നശിപ്പിക്കുന്ന ക്രൂരമായ മനോഭാവം, അധികാരത്തിന് വേണ്ടി മറ്റുള്ളവരെ എങ്ങനെയൊക്കെ നശിപ്പിക്കുന്നു, അതിന്റെ പ്രതീകങ്ങൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ പുരോഹിതന്മാരും ഈ പ്രവാചകന്മാരും ഇവരൊക്കെയാണ് ജനങ്ങളെ പഠിപ്പിച്ചത് രക്ഷകൻ വരുമെന്ന്. പക്ഷേ ആ രക്ഷകൻ വന്നപ്പോൾ അവനെ അവഗണിക്കുന്നു. കാരണം ഹെറോദസ് രാജാവ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി, സ്ഥാനമാനങ്ങളെ കരുതി രക്ഷകനെ തള്ളി പറയുന്ന അല്ലെങ്കിൽ അവഗണിക്കുന്ന ജനവിഭാഗങ്ങളെ നമ്മളിവിടെ കാണുകയാണ്. എന്നാൽ ഇവിടെ ഈ പൂജ്യ രാജാക്കന്മാര് അവര് വളരെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ച ആ രാജാവിനെ തപ്പിയാണ് ഇത് വരിക. കാരണം അവൻ വെറും രാജാവല്ല, അവൻ ദൈവപുത്രനാണെന്നുള്ള ആ വിശ്വാസത്തെ പറ്റി അവരെടുക്കുന്ന ത്യാഗപൂർവമായ യാത്ര, അതുപോലെ തന്നെ അവർ നടത്തുന്ന ആരാധന, അവർ കൊടുക്കുന്ന വിലയേറിയ സമ്മാനങ്ങൾ, ആ ശിശുവിനെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർ അവരുടെ ജീവൻ പോലും അപകടപ്പെടുത്തിക്കൊണ്ട് ഹെറോദോസിനെ വെട്ടിച്ച് അവരെ യാത്ര ചെയ്യുന്നു. അവർ പോയി മറ്റുള്ളവരോട് സുവിശേഷം പ്രഘോഷിക്കുന്നു. അങ്ങനെ ക്രിസ്തുവിനെ പ്രതി വിശ്വാസികളായി മാറിയ വിശുദ്ധരായാണ് നമ്മൾ ഇവരെ കണക്കാക്കുക. അതോടൊപ്പം തന്നെ നമുക്കറിയാം, മറ്റ് ആട്ടിടയന്മാർക്ക് സന്ദേശം ലഭിച്ചപ്പോൾ അവരും ഈശോയ്ക്ക് വേണ്ടതായ അഭയം നൽകി, സംരക്ഷണം നൽകി. നമുക്ക് നമ്മളുടെ ദേവാലയങ്ങളിൽ നമുക്ക് ഈശോയെ കണ്ടെത്താൻ ശ്രമിക്കണം. ദേവാലയത്തിനോ ദൈവത്തിനോ ദൈവ ശുശ്രൂഷകൾക്കോ എതിരായിട്ടല്ല നമ്മൾ നിൽക്കേണ്ടത്. അവരോട് ചേർന്ന് എളിമയോടുകൂടി രക്ഷകനെ കണ്ടെത്തുവാൻ സാധിക്കണം. വെറുതെയായിട്ടല്ല. ഈശോയെ കാണാൻ നമ്മൾ വരുമ്പോൾ പൂജ്യ രാജാക്കന്മാര് പൊന്നും നിറയും മുന്തിരിക്കും കൊണ്ടുവന്നതുപോലെ ദൈവം നമുക്ക് നൽകിയ അനുഗ്രഹത്തിന്റെ കൃപകൾ നമ്മുടെ പാവപ്പെട്ടവരുമായിട്ടോ അതുപോലെ തന്നെ ദേവാലയത്തിന്റെ നടപ്പിനൊക്കെ പങ്കുവയ്ക്കുവാനും നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് ഈ പൂജ്യ രാജാക്കന്മാരെ നമ്മൾ അനുസ്മരിച്ച് അവരുടെ മധ്യസ്ഥം നമ്മൾ തേടുമ്പോൾ അവരെ പോലെ വിശ്വാസത്തിൽ തീക്ഷ്ണതയുള്ളവരാകുവാൻ, മറ്റുള്ളവരെ പരിഗണിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും.